ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി 4 മണി പലഹാര റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സ് റെസിപ്പിയാണിത്. ബ്രെഡും നേന്ത്രപ്പഴം ഉപയോഗിച്ചാണ് കേട്ടോ ഈ ഒരു സ്നാക്സ് തയ്യാറാക്കിയിട്ടുള്ളത്. എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അതിനായിട്ട് ഞാനിവിടെ 4 നേന്ത്രപ്പഴം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത നേന്ത്രപ്പഴമാണ് കേട്ടോ. അപ്പോൾ കടകളിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ 2 എണ്ണം മതിയാകും. ഈ ഒരു പാന് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യ് ചൂടാകുന്ന സമയത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച നേന്ത്രപ്പഴം ഈ പാനിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. നിങ്ങളെ കയ്യിൽ കുറച്ച് കുഴിയുള്ള പാനാണുള്ളതെങ്കിൽ തീർച്ചയായും അത് ഉപയോഗിച്ച് ചെയ്യുക കേട്ടോ. എൻ്റെ കയ്യിൽ ഈ ഒരു പാനേ ഉള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ ഞാനിതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് ഇളക്കാനൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഇത് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇനി ജീരകവും ഏലക്ക പൊടിച്ചതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങ ചിരവിയതാണ്. ഞാനിപ്പോൾ ഒരു അരമുറി തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പഴത്തിനനുസരിച്ച് നിങ്ങൾ ചേർക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ആവശ്യത്തിനുള്ള മധുരം കൂടി ചേർക്കേണ്ടതുണ്ട്. ഈ ഒരു പഴം കുറച്ച് മധുരമുള്ള പഴമായതുകൊണ്ട് തന്നെ കുറച്ച് മധുരം ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കടകളിൽ നിന്ന് വാങ്ങുന്ന പഴമാണെങ്കിൽ മധുരം ഉണ്ടാവാൻ ചാൻസ് കുറവാണ്, അപ്പോൾ കൂടുതൽ പഞ്ചസാര ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ആ തേങ്ങയും നെയ്യും പഴവും എല്ലാം കൂടി നന്നായിട്ട് കൂട്ടിയിട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക. അപ്പോൾ നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം പാകമായിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ട മറ്റൊരു ഇൻഗ്രീഡിയൻസ് ബ്രെഡാണ് കേട്ടോ. അപ്പോൾ ബ്രെഡ് ഞാനൊരു 12 ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് എടുക്കുക. ഞാൻ 12 എണ്ണമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം. അപ്പോൾ മിക്സീൻ്റെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ ചൂടാറാനായിട്ട് വെച്ച പഴവും ഈ ഒരു ബ്രെഡ് പൊടിയും കൂടി നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇതിൽ നിന്ന് കുറച്ചൊരു ബ്രെഡ് പൊടി മാറ്റി വെക്കേണ്ടതുണ്ട് കേട്ടോ. നമുക്ക് അവസാനം ഇത് ഫില്ല് ചെയ്യാനായിട്ട്. അപ്പോൾ കുറച്ച് ബ്രെഡ് പൊടി ഈ ഒരു കൂട്ടിലേക്ക് ഇട്ട ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കുക. ഞാൻ കുഴക്കുന്ന വീഡിയോസൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ, വീഡിയോ ലെങ്ത് ആവുന്നതുകൊണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുന്ന അതേ രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് പല ഷേപ്പുകളിലാക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ആക്കിയിട്ടുള്ളത്. നമുക്ക് വട്ടത്തിലോ അല്ലെങ്കിൽ കോണിലോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇതാക്കിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എളുപ്പത്തിനായിട്ട് ഈ ഒരു ഷേപ്പാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മളൊരു കോഴിമുട്ട എടുത്തതിന് ശേഷം നന്നായിട്ട് ഈ മുട്ട നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു കൂട്ട് ഈ മുട്ടയിലൊന്ന് മുക്കിയെടുക്കുക. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച എല്ലാ ഷേപ്സും മുട്ടയിൽ മുക്കിയതിന് ശേഷം നേരത്തെ മാറ്റി വെച്ച ബ്രെഡ് ക്രംസിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതിലൊന്ന് ഇങ്ങനെ ഫില്ലാവുന്ന തരത്തിൽ യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. അതിലൊന്ന് വെച്ച് നന്നായിട്ടൊന്ന് ഉരുട്ടി കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ ഭാഗത്തും ബ്രെഡ് ക്രംസ് ചേർന്ന് നിൽക്കും. അപ്പോൾ എല്ലാം ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെളിച്ചെണ്ണയിലേക്കൊന്നിട്ട് പൊരിച്ചെടുക്കുക കേട്ടോ. വേണ്ടേ വെളിച്ചെണ്ണയിലോ ഓയിലോ എന്തിൽ വേണം നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഓയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം നമ്മൾ ഇത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അധിക വേവൊന്നും ഇതിനുണ്ടാവില്ല. അതൊന്ന് മുരിഞ്ഞ് കിട്ടേണ്ട സമയം മാത്രം മതി. അതിനൊരു ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്കിത് വാങ്ങി വെക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു സ്റ്റേജിൽ നമ്മളിത് വാങ്ങണം കേട്ടോ. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സ് റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീട്ടിൽ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.